ഇനിയിപ്പോ ഇന്ന് തന്നെ മിക്കവാറും കേസിനൊരു തീർപ്പുണ്ടാകുമെന്നാ തോന്നുന്നത്. ഇനി ടി വിയിൽ ചില കളികളൊക്കെ ടെലികാസ്റ്റ് ചെയ്യുമ്പോ പരസ്യക്കാരുടെ താല്പര്യപ്രകാരം ദുർബലരായ എതിരാളികളെ കരുത്തര് പെട്ടെന്ന് തോൽപ്പിക്കില്ല. പരസ്യത്തിന്റെ സമയം കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന പണിയാണതൊക്കെ. അതുപോലെ കോടതിയിലുള്ളവർക്ക് ജഡ്ജിനുമൊക്കെ ഒരു ഒരു വിനോദത്തിനായി ഞാനും എന്റെ പാട്ടൊന്ന് തണുപ്പിച്ചിട്ട് വാദപ്രതിവാദത്തിന്റെ ദൈർഘ്യം കൂട്ടേണ്ടി വരുമോ ഇനി? അമിത ആത്മവിശ്വാസം ആപത്താണ്. ആഹാ, ഞങ്ങളും കേസെടുത്തത് ജയിക്കാൻ വേണ്ടി തന്നെയാ. ഓ ഓ ഓ അല്ലാതെ കോടതിക്കകത്ത് പൂക്കച്ചവടം നടത്താനല്ല ഞങ്ങൾ വന്നത്. ഓപ്പോസിഷൻ വക്കീലിന് എല്ലാ ബഹുമാനവും കൊടുക്കുന്ന ആളാ ഞാൻ, അല്ലാതെ ആരെയും വില കുറിച്ച് കാണില്ല സാറേ. ഞാൻ ഈ കേസിലെ പ്രധാന സാക്ഷിയായ അനാമികയെ ഒന്ന് വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. TC 16/2025 വേണു നിവാസിൽ CK വേണുവിന്റെ മകൾ അനാമിക 23 വയസ്സ്. കേരളത്തിനകത്തും പുറത്തും പേരും പെരുമയുള്ള ഒരു ബിസിനസ് സ്ഥാപനമാണ് മൂർത്തീസ് ജ്വല്ലറി. അവരുടെ വിശാലമായ അനന്തപുരി തറവാട്ടിലേക്കാണ് അനാമിക ഇളയ മരുമകളായി കടന്നു ചെല്ലുന്നത്. എന്നെ ഒരുപാട് പിന്നാലെ നടന്ന് ശല്യം ചെയ്തതിനു ശേഷമാ അനി ഇന്ന് എന്റെ ഭർത്താവിനോട് എനിക്ക് പ്രണയം തോന്നിയത്. പ്രണയിച്ച ശേഷം പിന്നെ വീട്ടുകാരെല്ലാരും കൂടി ആലോചിച്ചിട്ടാ ഞങ്ങളുടെ കല്യാണം നടത്തിയത്. അനി കുറച്ചൊക്കെ കവിത എഴുതുന്ന കൂട്ടത്തിലായിരുന്നു. അങ്ങനെ ഒരു മാഗസിനിൽ അയാളുടെ കവിത അച്ചടിച്ചു വന്നു. അത് വായിച്ച് എനിക്ക് ആ കവിയോട് ഒരു ഇഷ്ടം തോന്നി. അത് എഴുതിയ ആളെ ഒന്ന് വിളിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനൊന്ന് വിളിച്ചതാ. എനിക്ക് പറ്റിയ അബദ്ധം. അതിനുശേഷം പിന്നെ നിത്യേന വിളിയായി. ഒരു കവിയോടുള്ള ഇഷ്ടം മാത്രമായിരുന്നു എനിക്ക് അയാളോട്. പക്ഷെ അതിൽ നിന്നും എന്നെ പ്രണയത്തിലോട്ട് വലിച്ചിട്ടത് ഇയാളാ. പിന്നെ അനന്തപുരി തറവാട്ടിലെ പയ്യനാണെന്ന് അറിഞ്ഞതോടെ കോടതിയിൽ ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിച്ചിരിക്കണം. ഇവിടെ മൊഴികൾ പ്രധാനമാണ്. സോഷ്യൽ മീഡിയ പോലും ചർച്ച ചെയ്യുന്ന ഒരു വീടാണ്. അവിടുത്തെ അംഗങ്ങളെയും സമൂഹത്തിനറിയാം. അങ്ങനെയുള്ളൊരു വീട്ടിലെ മരുമകളുടെ പരാതി, കണ്ണീര്, അവയൊക്കെ കാണാതിരിക്കാൻ പറ്റുമോ? കണക്കിലെടുക്കാതിരിക്കാൻ പറ്റുമോ? ആണുങ്ങൾ പെണ്ണുങ്ങളെ അടിച്ചമർത്തുന്ന ഒരു വീടാ അത്. അനന്തപുരി തറവാട്ടിലെ സ്ത്രീകൾ തറവാട്ടിനെ താഴ്ത്തിക്കെട്ടുന്ന ഒരു വാക്ക് പോലും പറയാൻ പാടില്ലെന്ന്. അതുകൊണ്ടാണ് തറവാട്ടിലെ മൂത്ത മരുമകൾ ഇത്രയധികം ആവേശം കാണിച്ചത്. തറവാട്ട് കാരണവരെയും തറവാടിനെയും കോടതിക്ക് മുമ്പിൽ ന്യായീകരിക്കാനാണ് ഈ ശ്രമം നടന്നത്. എപ്പോഴാണ് ആ വീട്ടിൽ നിന്ന് കുട്ടിക്ക് പോകണമെന്ന് തോന്നിയത്? എനിക്ക് തോന്നിയതല്ല, എന്നെ എല്ലാവരും കൂടി തല്ലി ഇറക്കിയതാ. തറവാട്ടിലെ ആണുങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാത്തവർ തറവാട്ടിൽ നിന്നും പുറത്തു പോകണമെന്ന് ആ വീട്ടിലെ തലമുതിർന്ന കാരണവര് പറഞ്ഞപ്പോ എന്റെ അച്ഛനും അമ്മയും വന്ന് അവരുടെയൊക്കെ കാല് പിടിച്ചതാ. അതിനുശേഷം പലപ്പോഴും എന്റെ ഭർത്താവും കൂട്ടുകാരും എന്നെയും എന്റെ വീട്ടുകാരെയും വീട് കയറി തല്ലിയിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡിന്റെ മുത്തശ്ശൻ വക്കീൽ ഓഫീസിൽ വിളിച്ചു വരുത്തിയ എന്റെ അച്ഛന്റെ കരണം തടിച്ചത്.